ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് നോക്കുന്നത്. സോ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു നമ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സിനെയാണ് ആ നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിൻ്റെ ഡിഫോൾട്ടായിട്ട് വരുന്ന രണ്ട് ഫാക്ടേഴ്സാണ് 1 എന്ന് പറയുന്ന നമ്പറും ആ സെയിം നമ്പറും എന്ന് പറയുന്നത്. സോ 24ൻ്റെ ഫാക്ടേഴ്സാണ് 1, 24. ബാക്കിയുള്ള ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കിട്ടി, ലാർജസ്റ്റ് ആയിട്ടൊരു ഫാക്ടർ കിട്ടി. ഇതിനിടയിൽ വരുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിനിടയിൽ വരുന്ന എല്ലാ വാല്യൂസും ഈ 9 എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ ഫസ്റ്റ് ഫാക്ടർ നമുക്കറിയാം 1 എന്ന് പറയുന്നതാണ്. രണ്ടാമത് വരുന്ന നമ്പർ പറയുന്നത് 2 വെച്ച് 9നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നതെങ്കിൽ അതൊരു ഫാക്ടറാന്ന് പറയാം. സോ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 9നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ല. നെക്സ്റ്റ് അടുത്ത നമ്പർ 3 എന്ന് പറയുന്ന ഫാക്ടർ, 3 എന്ന് പറയുന്ന നമ്പറാണ്. 3 വെച്ചിട്ട് 9നെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 3 എന്ന് പറയുന്നത് 9ൻ്റെ ഒരു ഫാക്ടർ. നെക്സ്റ്റ് വരുന്നത് 4, 5, 6, 7, 8, 9 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഫാക്ടറാണ്, അത് നമുക്കറിയാം. സോ ഇത്രയും 1 തൊട്ട് 9 വരെ നമ്മൾ ഉള്ള എല്ലാ വാല്യൂസും നമ്മൾ 9 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസിലാണോ 9നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 24 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 1 തൊട്ട് 24 വരെയുള്ള എല്ലാ നമ്പറും വെച്ചിട്ട് നമ്മൾ 24നെ ഡിവൈഡ് ചെയ്ത് നോക്കും. ഏതൊക്കെ നമ്പർ വെച്ചിട്ടാണ് 24നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതാണ് 24ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫസ്റ്റ് ഫാക്ടറും ലാസ്റ്റ് വരുന്ന ഫാക്ടറും നമുക്ക് അറിയാം. ബാക്കി ഇനി നമ്മൾ 2 തൊട്ട് 23 വരെയുള്ള നമ്പർ വെച്ചിട്ട് 24നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഫാക്ടർ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 24നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. സോ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും 24നെ. അപ്പം 2 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് നമ്പർ 3 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 ഒരു ഫാക്ടറാണ്. 5 വെച്ചിട്ട് പറ്റത്തില്ല. 6 വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, 6 ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് 8 എന്ന് പറയുന്നൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് 24നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 12 ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വരുന്നത് ബാക്കിയുള്ള 13, 14, 15 ഇത് വെച്ചിട്ടൊന്നും 24നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 24ൻ്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 3, 4, 6, 8, 12, 24. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള മെത്തേഡ് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 1 എന്ന് പറയുന്ന ഒരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ 24നെ 1 വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 24നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് 24 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 വെച്ചിട്ട് 24നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 24 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ആൻസർ 24ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഫാക്ടർ 3 വെച്ച് 24നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വരുന്നത് 4 വെച്ച് 24നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണ്. സെയിം അതേപോലെ നമുക്ക് ഈ 9ൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. 1 എന്ന് പറയുന്ന ഫാക്ടറാണ്. 9 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് 9 ആണ്. 9 ഒരു ഫാക്ടർ ആയിരിക്കും. നെക്സ്റ്റ് 3 എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അപ്പോൾ 3 വെച്ചിട്ട് 9നെ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം 3 തന്നെ കിട്ടും. 3 ഒരു ഫാക്ടറാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്. താങ്ക് യു ഓൾ.